അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ സംഘാടകർ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി വിഷയം കൊടുത്ത് 8 കാര്യം. വല്ല കാര്യമുണ്ടോ മോളെ? പക്ഷെ വല്ലഭന് പുല്ലും ആയതെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ആശാൻ ആരാ മോന്ന് കേട്ടിട്ടുണ്ടോ? ആശാൻ ശ്രീനാരായണ ഗുരുദേവന് അനുഗ്രഹം കിട്ടിയ ആളല്ലേ. അദ്ദേഹം ഒരു പേപ്പർ എടുത്തു കേട്ടോ, എഴുതിക്കോട്ടെ. അതിവേഗം ഹെഡിങ് എഴുതി, തോട്ടത്തിൽ 8 കാര്യം. കണ്ടില്ലേ? എഴുതി കേട്ടത്. എന്നിട്ട് അതാ മനോഹരമായിട്ട് എഴുതിയോണ്ട് വെച്ചു കൊടുത്തു. വായിക്കാൻ പറഞ്ഞു, വായിച്ചു. തളിർത്തലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ 4 ഭാഗവും. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ. എന്താ അർത്ഥം? തളിർത്തലഞ്ഞു നിൽക്കുന്ന തരുക്കൾ കണ്ടിട്ടുണ്ടോ? പുറത്തൊക്കെ നോക്കിയാൽ കാണാം മരങ്ങൾ. അതിന്റെ ശാഖയിൽ കണ്ടോ? തളിർത്തലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ 4 ഭാഗവും. 8 കാര്യം വലയെ കുറിച്ച് എഴുതിയേക്കുന്നത്. മനസ്സിലായോ? തളിർത്തലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ 4 ഭാഗവും. അടുത്ത ഉപമയാണ്. കുളത്തിനുള്ളു കാണും അർക്കബിംബമൊത്തു കാട്ടിലീ വെളുത്ത കണ്ണി വെച്ചെഴും വിചിത്ര രൂപനാരിവൻ. കുളത്തിനുള്ളു കാണും അർക്കബിംബം. അർക്കബിംബം എന്താണ്? ആർക്കറിയാത്തവരുണ്ടോ? ചെറിയ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം അറിയില്ല. അർക്കം എന്ന് പറയുന്നത് സൂര്യൻ. സൂര്യബിംബം കുളത്തിൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? കിണത്തിൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു സ്വർണ്ണ നൂല് കൊണ്ട് 8 കാലി വല കെട്ടിയതുപോലെ തോന്നൂലേ? അതാണ് ഉപമ. അതാണ് കുളത്തിനുള്ളു കാണും അർക്കബിംബമൊത്തു കാട്ടിലീ വെളുത്ത കണ്ണി വെച്ചെഴും വിചിത്ര രൂപനാരിവൻ. അടുത്തിടുന്നൊരീച്ചവാറ്റയാദിയായ ജീവിയെ പിടിപ്പതിന്നു കണ്ണി വെച്ചൊളിച്ചിരുന്നു കൊള്ളുവൻ. പഠിച്ച കള്ളനാരു നീ പ്രഗത്ഭനായ മുക്കുവക്കിടാത്തനോ കടുത്ത കാട്ടിലുള്ള കൊച്ചുവേടനോ. നിനക്കു നിന്റെ തുന്നൽ കാഴ്ചവേല തന്നിലെത്തിയാൽ എനിക്ക് തങ്കമുദ്ര കിട്ടും 8 കാലി നിശ്ചയം. എഴുതിയോണ്ട് വെച്ചു കൊടുത്തു. എല്ലാവരുടെയും കവിതകൾ വായിച്ചു, പരിഭാഷപ്പെടുത്തി. വെയിൽസ് രാജകുമാരൻ എഴുന്നേറ്റു, കുമാരനാശാനെ സല്യൂട്ട് ചെയ്തു, കൈ കടന്ന് വളയൊരു ആശാനിട്ടു. മനസ്സിലായോ?